ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കഴിച്ചിട്ടുള്ള ഒരു തേങ്ങ മിഠായില്ലേ, അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ കടകളിലൊക്കെ വാങ്ങുന്ന അതുപോലെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. അതിനായി ഞാനൊരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു തേങ്ങ മുഴുവനായി എടുത്തിട്ടുണ്ട്. വലിയ തേങ്ങയാണെങ്കിൽ പകുതി മതിയാവും. ഞാനൊന്ന് ചിരകി എടുത്തതാണ്. ഇത് മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മൾ തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ അരക്കില്ല, അതുപോലെ നമുക്ക് അരച്ചെടുക്കണം. അധികം വെള്ളം ചേർക്കേണ്ട, ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം നമുക്ക് അരഞ്ഞു കിട്ടാൻ. അടുത്തത് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ശർക്കര എടുക്കുകയാണ്. ശർക്കര ചെറിയ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 2 എണ്ണം മതിയാവും. ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് ഈ ശർക്കര നമുക്കൊന്ന് മെൽട്ടാക്കി എടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായി ഒന്ന് മെൽട്ടാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് അരിച്ചെടുക്കണം. നമുക്കിതൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. അരിച്ചെടുത്ത ശർക്കര നമുക്ക് പാനിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. ശർക്കരയിൽ കല്ല് കാണും, അതിനാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. നല്ല കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ ശർക്കര ഒന്ന് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരണം. ശർക്കര നന്നായി ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സായി കിട്ടണം. ഇതൊന്ന് കുറുകി തിക്കായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ചേർക്കുന്നത്. നമുക്കിത് കുറച്ച് കുറച്ചായിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത് നന്നായി തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അരിപ്പൊടി കട്ട പിടിക്കും. ഇനി ഇതിലെ വെള്ളമൊക്കെ വറ്റി നന്നായി ഒന്ന് കുറുകി വരണം. അതുവരെ നമുക്ക് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായി കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. അടുത്തതായി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകമായ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കുറച്ച് ചൂടോടെ തന്നെ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. ഞാനിവിടെ ഒരു ബോൾ പോലെയാക്കി നടുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് അധികം ചൂടാറാൻ കാത്തു നിൽക്കരുത്, കാരണം ഇത് ചൂടാറിയാൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാൻ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുവിലായി ഞാൻ ഒരു ബദാം ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്തതാണ്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അത് ഓപ്ഷനല്ലാണ്, നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്താൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റാണ്. അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.